ഹായ് സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് ഒരു ഇഞ്ചിമ്പുളി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ആ വീഡിയോയിലേക്ക് പോകാം. ആദ്യം ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം ഉലുവ ഒന്ന് മൂപ്പിച്ചെടുക്കാം. എണ്ണ ചൂടായി ഇരിക്കുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആവും കേട്ടോ. അതിലേക്ക് വറ്റൽമുളക്, വേപ്പില, എല്ലാം കൂടി ഇളക്കിയതിന് ശേഷം അതിലേക്ക് ഇഞ്ചി പച്ചമുളകും അരിഞ്ഞ് വെച്ച് ചേർക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മൊരിയിട്ടെടുക്കണം കേട്ടോ. നന്നായിട്ട് മൊരിഞ്ഞെടുക്കണം കേട്ടോ. ഇഞ്ചി പച്ചമുളകെല്ലാം ഇതിലേക്ക് വേഗം ഒന്നാവാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ട് മൊരിഞ്ഞ് തന്നെ കിട്ടണം കേട്ടോ ഇഞ്ചി. ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. മല്ലിപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിലേക്ക് കുറച്ച് മുളക് പൊടി ചേർക്കാം. കുറച്ച് മുളക് പൊടി മതി കേട്ടോ. കാരണം പച്ചമുളകും ഇഞ്ചിയും നല്ല എരിവുള്ള സാധനങ്ങളാണല്ലോ. പച്ചമുളകൊക്കെ ചേർത്തിട്ട് കുറച്ച് മുളകും പൊടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ പുളി നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളി ചേർക്കുക. ഇതിലേക്ക് പുളിയുടെ വെള്ളം, പുളി ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ചേർത്തു. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ശർക്കര ചേർക്കുക. ഞാനിപ്പോൾ 2.5 അച്ച് ശർക്കര ചേർത്തിട്ടുണ്ട്. ഈ മധുരം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർക്കാം. ഇളക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ച് കായപ്പൊടി ചേർത്തതിന് ശേഷം ഇളക്കുക നന്നായിട്ട്. ഞാൻ എപ്പോഴും ഒരേ സ്റ്റൈലിലല്ല ഉണ്ടാക്കുക. ഓരോ സമയത്തും ഓരോ സ്റ്റൈലിലാണ് ഞാൻ ഉണ്ടാക്കുക. ഇന്നത്തെ ഈ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. ഇത് നന്നായി വെട്ടി തിളച്ചിട്ടുണ്ട്.
ഇതിലിപ്പോൾ ശർക്കരയുടെ കുറവ് നന്നായിട്ടുണ്ട്, പുളിയാണ് മുന്നിട്ട് നിൽക്കുന്നത്. അപ്പം ഞാൻ ഒരച്ചും കൂടി ശർക്കര ചേർക്കുന്നുണ്ട് കേട്ടോ. കുറുകി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇനി നമ്മൾ ഞാൻ നേരത്തെ ഉലുവയൊക്കെ വറുത്ത് നേരത്തെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഉലുവ പൊടിച്ചത് വറുത്ത് പൊടിച്ചത് കുറച്ചിട്ടു. പിന്നെ അതിലേക്ക് കായപ്പൊടി അത്യാവശ്യം നന്നായിട്ട് ചേർക്കും കേട്ടോ. കായത്തിൻ്റെ ഇത് മുന്നിട്ട് കുറച്ച് നിൽക്കണം. ഉലുവയും കായപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് യോജിപ്പിക്കുക. നന്നായി യോജിപ്പിച്ച് നന്നായി ഇളക്കി ഈ ഒരു രൂപത്തിൽ വറ്റിച്ചെടുക്കണം കേട്ടോ. ഈ ഒരു അളവിൽ വറ്റിച്ചെടുക്കണം. ഇനി ഇതിൽ പ്രത്യേകിച്ചൊന്ന് നമ്മൾ കാച്ചി വയ്ക്കേണ്ട കാര്യമില്ല. കാരണം ഞാൻ നേരത്തെ തന്നെ വേപ്പലയും കടുകും പച്ചമുളകൊക്കെ പൊട്ടിച്ച് ചേർത്തതുകൊണ്ട് ഇനി പ്രത്യേകിച്ച് വേറൊരു കാച്ചി ചേർക്കൽ ആവശ്യമില്ല. ഇതിന് ഈ ഒരു ഇതിൽ നമ്മൾ ഓഫ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഓഫ് ചെയ്തു. ഇന്നത്തെ ഇഞ്ചും പൊടി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാണുന്നവരെല്ലാവരും നല്ലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യണം. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റുള്ളൂ.